സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണാവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC+2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. ഹായ്, എൻ്റെ പേര് ആര്യ. LB അക്കാഡമിയിൽ ഫിസിക്സാണ് എടുക്കുന്നത്. ഈ വർഷം പുതിയ സിലബസൊക്കെയാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇന്നിവിടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 പാർട്ടായിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. പാർട്ട് 1ൻ്റെ അകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻസും, പാർട്ട് 2ൻ്റെ അകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസും, പാർട്ട് 3ക്കകത്ത് 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഇന്ന് പാർട്ട് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടോട്ടൽ നമുക്ക് 43 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 1 തൊട്ട് 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഓർ പോർഷൻ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ചില ക്വസ്റ്റ്യൻ വളരെ കൺഫ്യൂസിങ് ആണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല വീണ്ടും 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The net force on a kite held stationary in the sky is 1 Newton, option B increasing, option C 0 Newton, option D decreasing. ഏതായിരിക്കും ആൻസർ വരുന്നത്? സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവിലും ഒരു ഫോഴ്സും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ന്യൂട്ടൺ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ന്യൂട്ടൻ്റെ ഏത് ലോ ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവിൽ എന്തുണ്ടായിരിക്കില്ല? ഫോഴ്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി എന്താണ് നെറ്റ് ഫോഴ്സ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഹൗ ടു ഫൈൻഡ് നെറ്റ് ഫോഴ്സ്. നമുക്ക് നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. അതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് 6 ന്യൂട്ടന്, റൈറ്റിലേക്ക് 10 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 - 6 എത്രയാണ്? 4 ന്യൂട്ടൺ. 4 ന്യൂട്ടൺ എങ്ങോട്ടായിരിക്കും വരുന്നത്? റൈറ്റിലേക്കായിരിക്കും വരുന്നത്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്ന്, പെർപെൻഡിക്കുലർ ഫോഴ്സസ് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ പോസിറ്റീവ് സൈൻ എടുക്കുകയാണെങ്കിൽ ഡൗൺവേർഡിലേക്ക് നെഗറ്റീവ് എടുക്കുക. അതുപോലെ റൈറ്റിലേക്ക് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കുക. ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് 10 ന്യൂട്ടണും ലെഫ്റ്റിലേക്ക് 6 ന്യൂട്ടണാണ്. അപ്പോൾ റൈറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് എടുത്ത് 10 ന്യൂട്ടൺ പോസിറ്റീവായിട്ടും 6 ന്യൂട്ടൺ നെഗറ്റീവായിട്ടും എടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 4 ന്യൂട്ടൺ. അത് എങ്ങോട്ടായിരിക്കും? ഏറ്റവും കൂടുതൽ ഫോഴ്സ് എവിടെയായിരുന്നു? 10 ന്യൂട്ടൻ്റെ വശത്തായിരുന്നു, റൈറ്റ്. അപ്പം 4 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ഇതിൻ്റെ അകത്ത് 2 ന്യൂട്ടൺ ഒരു ഒബ്ജക്റ്റിലേക്ക് 2 ന്യൂട്ടൺ വെച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? 4 ന്യൂട്ടൺ ആയിരിക്കും. അതായത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ആ 2 ഫോഴ്സസും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെൻ ദ ഫോഴ്സസ് ആർ ആക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആഡ് ടു ഗെറ്റ് എ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതെന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്യും. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. ഒരു കാറിലേക്ക് നമ്മൾ 8 ന്യൂട്ടണും 6 ന്യൂട്ടണും കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 14 ന്യൂട്ടൺ കിട്ടി. ഇനി നാലാമത്തെ എക്സാമ്പിൾ നോക്കുക. ഒരു ഒബ്ജക്റ്റ് 2 പേരും 2 വശത്തു നിന്നും വലിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് ലെഫ്റ്റിൽ 10 ന്യൂട്ടണാണ്, റൈറ്റിൽ 5 ന്യൂട്ടണാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെഫ്റ്റിലേക്ക് 5 ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഞാനിതിവിടെ സ്ലൈഡ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് അത്ര ഫോക്കസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഓർ പാർട്ടാണ്. ഇൻ ടൈംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് 1 ന്യൂട്ടൺ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് 1 ന്യൂട്ടൺ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. എന്ത്? ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. ഫോഴ്സിന് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA എന്നുള്ള ഇക്വേഷൻ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് F ഇസ് ഈക്വൽ ടു MA. എന്ന് നോക്കി, ഫോഴ്സിൻ്റെ ന്യൂട്ടനാണ് MA. ഇപ്പം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം
ഫോഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് പറയാം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് സ്ക്വയർ താഴെ കിടക്കുന്നതാണ്. അപ്പോൾ ആ സെക്കൻഡ് സ്ക്വയർ മുകളിലേക്ക് S⁻² എന്നാവും. മൈനസൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ഇനി ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കി. ഓപ്ഷൻ ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഒരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ മൈനസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഇല്ല. 1 അത്ര ഇതായിട്ട് എടുക്കേണ്ട. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. ഇപ്പോൾ 1 ഇട്ടാലും 1 ഇട്ടില്ലെങ്കിലും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നോക്കുക, അതിൻ്റെ അകത്ത് ഒരു മൈനസ് ഇല്ല. അപ്പം ആൻസർ വളരെ ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ വരുന്ന ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ 1 ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. 1 കിലോഗ്രാം എന്നുള്ള ഈ 1 ഇല്ലെങ്കിലും നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1 ന്യൂട്ടൺ ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Next question, the mass of a body is 2 kilogram. Its weight is, അതിൻ്റെ വെയിറ്റ് എത്രയാണ്? മാസ് നമുക്ക് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണെന്ന്. അതിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി F=mg എന്നാണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? ആൻസർ വരുന്നത് 19.6 എന്നായിരിക്കും. ഇനി അടുത്ത അതിൻ്റെ ഓർ പാർട്ട് നോക്കാം. എ ബോഡി ഓഫ് മാസ് 200 gram fall through air with an acceleration of 6 meter per second square. എയർ ഡ്രാഗ് ഓൺ ദ ബോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് 200 ഗ്രാമിലാണ്. ആ 200 ഗ്രാമിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 200 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യണം ആദ്യം. അതിനെന്താ ചെയ്യേണ്ടത്? 200/1000 ചെയ്യുക. സീറോസ് ക്യാൻസലായി. പിന്നെ എത്ര? 2/10 എന്ന് പറഞ്ഞാൽ 0.2 എന്ന് വരും. ഇതാണ്, അത്രയും കിലോഗ്രാമാണ് ഉള്ളത്. ഇനി ആക്സലറേഷൻ തന്നിട്ടുണ്ട് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എയർ ഡ്രാഗ് ഓൺ ദ ബോഡി, ആ ബോഡിയിലുള്ള എയർ ഡ്രാഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് mg - ma എന്നുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. mg - ma എന്നുള്ള ഇക്വേഷനാണ്. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 200 × 10⁻³ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 200 × 0.2 മൈനസ് 200/1000. അതാണ് 200 × 10⁻³ എന്നുള്ളത്. അതിനെ നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് 0.2 എന്ന് കിട്ടി. അപ്പോൾ 0.2 × 9.8 എന്ന് ചെയ്യാം. ഓക്കെ, 0.2 × 9.8 മൈനസ് 0.2 × 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 1.96 മൈനസ് 1.2 എന്ന് പറയും 0.76 ന്യൂട്ടൺ കിട്ടും. നമ്മളിതുപോലെ ഇപ്പോൾ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യണം. പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് റിസൾട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0.76 ന്യൂട്ടൺ ആയിരിക്കും. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ് ഈസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്. ഒരു ബസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കും പല പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈവർ ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡായിട്ട് നമ്മളും മുന്നോട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ന്യൂട്ടൻ്റെ ഒരു ലോ ആണത്. അത് ന്യൂട്ടൻ്റെ ഏത് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലോ ഓഫ് ഇനേർഷ്യയാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ് ഈസ് ത്രോൺ ഫോർവേഡ് വെൻ ദ ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്. പെട്ടെന്ന് സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പാസഞ്ചർ മുന്നോട്ട് വരുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ ടോട്ടൽ എത്ര ലോ ഉണ്ട്? ന്യൂട്ടൻ്റെ ടോട്ടൽ 3 ലോസ് ആണല്ലോ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വിൽ സ്റ്റേ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലായിരിക്കുമ്പോൾ റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഒബ്ജക്റ്റ് മോഷനിലായിരിക്കുമ്പോഴോ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. എപ്പോൾ വരെ? അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നിടം വരെ ആ ഒരു സ്റ്റേറ്റ് തന്നെ തുടരും. ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ആയിരിക്കും. വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റെസ്റ്റിൽ നിന്നൊരു മൂവ്മെൻറ്റ് വരും. ഇനി സെക്കൻഡ് ലോ പറയുന്നത്
എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തേർഡ് ലോ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ 3 ലോസും എന്തായാലും പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ചോദിച്ച പോലെ ഒരു ബസ്സിൽ പോകുമ്പോൾ സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? പാസഞ്ചർ മുന്നോട്ട് പോകുന്നു. അതിന് കാരണം എന്താണ്? അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി ഇതിന് പറയുന്നുണ്ടോ റെഫേർസ് ടു അസ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ റെഫർ ചെയ്യുന്നത് എന്താ? ലോ ഓഫ് ഇനേർഷ്യയാണ് പറയുന്നത്. ഇനേർഷ്യ കാരണമാണ് നമ്മളിപ്പോൾ ഒരു കാറിൽ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തെ പാസഞ്ചർ വിൽ ത്രോൺ ഫോർവേഡ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ. ആ ബസ്സിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ മൂവ്മെൻറ്റിൽ തന്നെ അകത്തിരിക്കുന്ന പാസഞ്ചർ മൂവ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ ഓർ പാർട്ട് ദ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് ഈസ്. എന്താ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്കിഡ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വണ്ടിയുടെ ടയറിൻ്റെ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മളൊരു കേർവ് വരുമ്പോൾ, ഇതൊരു കേർവാണ് അല്ലേ, ഇതൊരു കേർവാണ്. ഈ കേർവ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഇതിൻ്റെ ഇന്നർ പാർട്ട് എന്ന് പറയും. ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ട്. ഇന്നർ പാർട്ടിനേക്കാളും കുറച്ച് സ്ലൈറ്റ്ലി റേസ് ചെയ്തായിരിക്കും. കണ്ട, ഔട്ടർ പാർട്ട് ഓഫ് റോഡ് ഈസ് സ്ലൈറ്റ്ലി റേസ്ഡ്. ഈ ഔട്ടർ പാർട്ട് കുറച്ച് പൊക്കിയായിരിക്കും. ഔട്ടർ പാർട്ട് കുറച്ച് പൊക്കി റേസ് ചെയ്തിട്ടായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കണമെന്നില്ല. ഇത് ജസ്റ്റ് ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവാൻ, എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊരു പിക്ചറാണ്. ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് നോക്കുക, ഇതിൻ്റെ ഇന്നർ പാർട്ട് ഏതാണ്, ഔട്ടർ പാർട്ട് ഏതാണെന്ന് നോക്കുക. ഇനിയിപ്പം നിങ്ങൾ ഇതുപോലെ പോകുമ്പോഴത്തേക്ക് ഒരു കർവൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ദ നീഡ് ഓഫ് ബാങ്കിങ് ഓഫ് റോഡ് ഈസ്. എന്താ ബാങ്കിങ് ഓഫ് റോഡ് വെക്കുന്നതിൻ്റെ ആവശ്യം എന്തായിരുന്നു? The need of banking of road is, ഓപ്ഷൻസ് നോക്കിയേ, എല്ലാം ഏകദേശം സെയിം ആണ്. ടു പ്രൊവൈഡ് അഡീഷണൽ, എന്തോ ഒരു സാധനം അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണല്ലേ. ഇനി അതെന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. ഹയർ വെലോസിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ്. ഓപ്ഷൻ സി ആണ്. ഇതും എന്താണ്, ഒരു എക്സാമ്പിളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ആ മൂന്നാമത്തെ പാർട്ട് നോക്കി, രണ്ടും എക്സാമ്പിൾസിൻ്റെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ടു പ്രൊവൈഡ് അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ഹയർ വെലോസിറ്റി. പാസഞ്ചറിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി അടുത്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫിനോമിന ഓഫ് ക്യാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. ക്യാപ്പിലാരിറ്റി ഉണ്ടാകാനുള്ള കാരണം. ദ ഫിനോമിന ഓഫ് ക്യാപ്പിലാരിറ്റി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുത്ത് വെച്ചിട്ട് ഒരു നാരോ ട്യൂബ് ഇടുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് ഇങ്ങനെ വരുന്നത്? അതാണ് ക്യാപ്പിലാരിറ്റി ആക്ഷൻ എന്ന് പറയുന്നത്. ക്യാപ്പിലാരിറ്റി ആക്ഷൻ ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ അഡീഷൻ ആൻഡ് കൊഹിഷൻ ആണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡും സർഫസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊഹിഷൻ ആണെങ്കിൽ രണ്ട് ലിക്വിഡ് തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡും സർഫസും തമ്മിലുള്ള അട്രാക്ഷൻ ആയിരുന്നു. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡും തമ്മിലുള്ള അട്രാക്ഷനാണ് കൊഹിഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിനോമിന ഓഫ് ക്യാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, കൊഹിഷൻ ആൻഡ് അഡീഷൻ ബോത്ത്. ഓക്കെ, ഇനി നാലാമത്തെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇൻ എ സ്റ്റഡി ഫ്ലോ വേർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് ഈസ് ഹാഫ്ഡ്, ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഈസ്.
ഇതിൻ്റെ അകത്ത് രണ്ട് ടേംസാണ് തന്നിരിക്കുന്നത്. ഒന്നൊരു ഫ്ലൂയിഡാണ് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ തന്നിരിക്കുന്ന രണ്ട് ടേംസ് ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പും വെലോസിറ്റിയും. ഏരിയയും വെലോസിറ്റിയും, ഏരിയ ആൻഡ് വെലോസിറ്റി, ഈ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ? എന്നാലോചിച്ച് നോക്കിയേ. ഓക്കെ, ഫ്ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പൈപ്പ് എടുക്കുക, ഇവിടെ എന്താ ഏരിയ കൂടുതലായിരിക്കും അല്ലേ? ഈ പോർഷനിൽ ഏരിയ കൂടുതലായിരിക്കും, ഈ പോർഷനിൽ ഏരിയ കുറവായിരിക്കും. ഇവിടെ ഏരിയ കൂടുതലും, ഇനി അടുത്ത വെലോസിറ്റി. വെലോസിറ്റി ഒരു നോർമൽ വെലോസിറ്റി പോവുകയാണ്. ഇവിടെ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കൂടും. അതായത് ഇവിടുത്തെ വോളിയവും ഇവിടുത്തെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സ്ഥലത്ത് ഏരിയയും വെലോസിറ്റിയും കൂടുതലായിരിക്കും, ഒരു സ്ഥലത്ത് ഏരിയ കൂടുതലായിരിക്കും, ഒരു സ്ഥലത്ത് ഏരിയ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റിയുടെ V1 ഉം V2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. സിമ്പിളായിട്ട് പറയാം, നമ്മുടെ വീട്ടിലെ ഒരു ടാപ്പ്, ആ ടാപ്പിൽ നമ്മൾ നോർമലായിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ അത് പകുതി നമ്മളിങ്ങനെ കൈ അടച്ചു പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏരിയ കുറഞ്ഞല്ലേ? അപ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പം ഏരിയ ആൻഡ് വെലോസിറ്റി, ഏരിയ, ഇവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റിയും ഇവിടുത്തെ ഏരിയ A1 V1 ഈക്വൽ ടു A2 V2, രണ്ട് വശത്തെയും ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ പൈപ്പ് ഹാഫായി. ഏരിയ എന്തായി? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹാഫായി. അപ്പോൾ എന്തായി? A/2 ആയി. ഓക്കെ, ഇനി വെലോസിറ്റി എന്താകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വെലോസിറ്റിയുടെ ടേം എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്തായിരുന്നു? A1 V1 ഈക്വൽ ടു A2 V2 അല്ലേ? അപ്പോൾ ഇവിടെ ഏരിയ ഹാഫായെങ്കിൽ ഇവിടെ എക്ക് വേറെ നമ്പർ പാർട്ടൊന്നുമില്ല. അപ്പോൾ A1 ഇവിടെ ഹാഫായെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2 ഇൻറ്റു V. എന്നാലേ ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി ഏരിയ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പം A/2 ഇൻറ്റു 2V, അതായത് വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ ഡബിൾ ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ, ഈ രണ്ടും ക്യാൻസൽ, അപ്പം AV എന്ന് തന്നെ വരും. അപ്പോൾ രണ്ട് സ്ഥലത്തെയും വോളിയം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊന്ന് വായിച്ച് നോക്കിയേ. When the incompressible fluid passes through a pipe, the amount of volume per unit time that passes, ഇത് കണ്ട, വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടുത്തെ വോളിയവും ഇവിടുത്തെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡബിൾഡ്. വെലോസിറ്റി എന്തായിരിക്കും? ഡബിൾ ആയിട്ടായിരിക്കും. ദ ഫിനോമിന ഓഫ് കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു എന്തായിരിക്കും? കൊഹിഷൻ ആൻഡ് അഡീഷൻ ബോത്ത്. അത് രണ്ട് ഓപ്ഷൻ ആൻസർ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് 2 സോപ്പ് ബബിൾ ഓഫ് ഡയമീറ്റർ ഇൻ ദ റേഷ്യോ ഓഫ് 4:1. അതായത് രണ്ട് സോപ്പ് ബബിൾ, അതിൻ്റെ എക്സസ് പ്രഷർ ഏത് റേഷ്യോയിലായിരിക്കും എന്നാണ് ചോദിച്ചത്. ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് 2 സോപ്പ് ബബിൾ ഓഫ് ഡയമീറ്ററിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്ററിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡയമീറ്ററിൻ്റെ റേഷ്യോ എത്ര? 4:1 ആണ്. നമുക്കറിയാം പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചിന്തിക്കുക. ഇവിടെ തന്നിരിക്കുന്ന 4:1 റേഷ്യോ ആണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നേരെ തിരിച്ചിടുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് 4:1 എന്നുള്ള നേരെ അതിൻ്റെ റിവേഴ്സ് എടുക്കുക, 1:4 എന്ന് വെക്കുക. ഇത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നോക്കുക പ്രഷർ എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർക്ക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ, അല്ലെങ്കിൽ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/റേഡിയസ്. എങ്ങനെ വേണേൽ ചോദിക്കാം. ഡയമീറ്റർ ആയിട്ട് തരാം, റേഡിയസ് ആയിട്ട് തരാം. എങ്ങനെ ചോദിച്ചാലും അതിൻ്റെ നേരെ റിവേഴ്സ് എടുക്കുക. 4:1 ആണെങ്കിൽ 1:4 എന്ന് ആൻസർ എടുക്കുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡയമീറ്റർ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. ദ റേഡിയോ ഓഫ് 2 സോപ്പ് ബബിൾസ് ആർ ഇൻ ദ റേഷ്യോ 2:1 ആയിരുന്നു. അതിൻ്റെ എക്സസ് പ്രഷർ വിൽ ബി ഇൻ ദ റേഷ്യോ എത്രയായിരിക്കും? 1:2 ആയിരിക്കും. നമുക്ക് കൂടുതലൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഈ ജസ്റ്റ് ഈ ഒരു റിലേഷൻ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പോൾ എന്തായിരിക്കും? നേരെ റെസിപ്രോക്കൽ എടുക്കുക. പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/r ആയതുകൊണ്ട് റേഡിയസിൻ്റെ റേഷ്യോ 2:1 ആണ്. എക്സസ് പ്രഷറിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ആണ്. അത് കൺസേൺ വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി ലൈക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എനർജി എക്സെട്ര. ഓക്കെ, എല്ലാ എനർജിയുടെയും എന്താണ് ഒരു റിലേഷൻഷിപ്പാണ് ഈ തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ 6th ക്വസ്റ്റ്യൻ്റെ. ഇതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്, എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഔട്ട് ഓഫ് ദ ഫോളോയിങ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ആക്ച്വലി ഈസ്. നമുക്ക് തെർമോഡൈനാമിക്സിന് എത്ര ലോസാണ് നിലവിലുള്ളത്? തെർമോഡൈനാമിക്സിന് നമുക്ക് ടോട്ടൽ വരുന്നത് തെർമോഡൈനാമിക്സ് ബേസ്ഡ് ഓൺ ദ 4 റൂൾസ്, 4 റൂൾസാണ് വരുന്നത്. ഒന്ന് 0th ലോ, 1st ലോ, 2nd ലോ ആൻഡ് 3rd ലോ. തെർമോഡൈനാമിക്സ് എന്താണെന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താ അതിൻ്റെ എത്ര റൂൾസ് അല്ലെങ്കിൽ എത്ര ലോസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജിയാണ്. അതിന് 4 റൂൾസ് ആണുള്ളത്. ഒന്ന് 0th ലോ, 1st ലോ ആൻഡ് 2nd ലോ ആൻഡ് 3rd ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഏതാണ്? 0th ലോ ആണ്. പിന്നെ തന്നിരിക്കുന്നത് ഫാരഡേസ് ലോയും ഐഡിയൽ ഗ്യാസ് ലോ, അതൊന്നും ഇവിടെ വരുന്നില്ല. ബോയ്സ് ലോ ഒന്നും ഇതിൻ്റെ അകത്ത് അല്ല. അപ്പം ചോദിച്ചിരിക്കുന്ന ഔട്ട് ഓഫ് ദ ഫോളോയിങ് ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0th ലോ ആയിരിക്കും ആൻസർ. ഇനി അതിൻ്റെ ഓർ പാർട്ട്, ഔട്ട് ഓഫ് ദ ഫോളോയിങ് എ ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം. തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ, ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എത്ര ടൈപ്പ് സിസ്റ്റമാണുള്ളത്? ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും എൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ജസ്റ്റ് എക്സ്പ്ലനേഷൻ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, തെർമലി ഐസൊലേറ്റഡ് സിസ്റ്റം എല്ലാം എന്തായിരിക്കും? തെർമോഡൈനാമിക് സിസ്റ്റം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. എന്താണ് ഈ പ്രോഗ്രസീവ് വേവ്സ്? അതെങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? ഓക്കെ, ഒരു വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാവുന്നതാണ്. ഇതാണ് ഒരു വേവിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ ക്രസ്റ്റ്, പൊങ്ങിയിരിക്കുന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്നും താന്നിരിക്കുന്ന ഭാഗത്തെ എന്താ ട്രഫ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എന്താണ്? ഇത് രണ്ടുമാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ആരെ? ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവിനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആണ്. ഇനി എന്താണ് ക്രസ്റ്റ്, എന്താണ് ട്രഫ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ ഇട്ടുവെന്നേ ഉള്ളൂ. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു വേവ് ഫോം പോകുന്നു, ഒരു AC വേവ് ഫോം ആണ്. ഇതിൻ്റെ അകത്ത് ക്രസ്റ്റ് മനസ്സിലായി നമുക്ക്, പൊങ്ങിയിരിക്കുന്ന ഭാഗമാണ്, ട്രഫ് താഴെയുള്ള ഭാഗമാണ്. പിന്നെ എന്താ? ഒരു സൈക്കിള്, ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നതാണ് ഒരു സൈക്കിൾ, അല്ലെങ്കിൽ അത്രയും ആ ഒരു ടൈമിന് പറയുന്നതാണ് പീരീഡ്. ഇതാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ. ഡയറക്ഷൻ ഓഫ് ട്രാവൽ, ഇങ്ങനെയായിരിക്കും വേവ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് ട്രാവൽ. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായി, എന്താണ് ക്രസ്റ്റ്, എന്താണ് ട്രഫ് എന്നറിയാൻ ഇട്ട സ്ലൈഡാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വേവ്, വെൻ എ വേവ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത്, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തില്ല ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഇവിടെ ചേഞ്ച് ചെയ്യുമോ? ഇല്ല, ഫ്രീക്വൻസി മീഡിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത്തും വെലോസിറ്റിക്കും ചേഞ്ച് വരാം, ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരത്തില്ല. ഇനി നോക്കിയാൽ നമുക്ക് ഈ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാം, ഫ്രീക്വൻസി സോഴ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ ഫ്രീക്വൻസി വരുന്ന പോർഷനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 വേവ്സ്. 2 വേവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. y1 = a sin 1000 πt, y2 എന്ന് പറഞ്ഞാൽ a sin 1004 πt. അതിൻ്റെ അകത്ത് എത്ര ബീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ബീറ്റ് ഫ്രീക്വൻസി അല്ലെ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ മീഡിയത്തിൽ കൂടെ 2 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് പാസ് ചെയ്യാന്നിരിക്കട്ടെ. ഇപ്പം നമ്മുടെ എയറിൽ കൂടെ തന്നെയാണെങ്കിലും പല ടൈപ്സ് സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നുണ്ട്. അതിനപ്പോൾ പലതിനും പല ഫ്രീക്വൻസീസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കുക, ഫസ്റ്റ് വണ്ണിനകത്ത് ഫ്രീക്വൻസി 100 ആണ്, സെക്കൻഡിനകത്ത് ഫ്രീക്വൻസി 110 ഹെർട്സ് ആണ്. 2 ഫ്രീക്വൻസിയിൽ പാസ് ചെയ്യാണ്. അങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ എന്തായി? ആ വേവ് ഫോം തന്നെ ഷേപ്പ് തന്നെ മാറി അല്ലേ? അപ്പോൾ F1 + F2 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി, പുതിയൊരു ഫ്രീക്വൻസി ഇതിലേക്ക് വന്നു. ഇനി ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ 2 ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് ബീറ്റ് ഫ്രീക്വൻസി. ഇത് പീരീഡ്, അതായത് ഒരു സൈക്കിളിൽ എത്ര എടുക്കുന്ന ടൈമാണ് പീരീഡ് എന്ന് പറഞ്ഞാൽ.
നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F1 മൈനസ് F2, അതായത് മോഡുലസ് ഉണ്ട് കേട്ടോ. മോഡുലസ് F1 മൈനസ് F2 ആണ്. അപ്പം F1 എത്രയാണ്? 100 മൈനസ് 110. അപ്പോൾ നമുക്ക് തോന്നുന്നു -10 വരത്തില്ലെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് മോഡുലസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മോഡുലസ് ഉള്ളതുകൊണ്ട് മൈനസ് ഒന്നും വരത്തില്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും വരിക. ഓക്കെ, ഇതാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്നത് 2 വേവ് ഇക്വേഷനാണ് അല്ലേ. ഒന്നാമത്തെ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y1 = a sin 1000πt എന്നാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ നമ്മളെങ്ങനെ എഴുതുന്നത്? a sin ωt എന്നാണ് അല്ലേ. അപ്പോൾ ഒമേഗയ്ക്ക് പകരം ഇവിടെ 1000π എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആ ഫസ്റ്റ് ഇക്വേഷനിലെ ω1 എടുത്തു. സെക്കൻഡിൻ്റെ അകത്തെ ഇക്വേഷനിലെ ω2 എടുത്തു. 1004π എന്ന് എടുത്തു. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2πf ആണ് അല്ലേ. ഓക്കെ, ഇവിടെ V1 ആണ് കൊടുത്തിരിക്കുന്നത്. 2πf എന്ന് എടുക്കാം. അപ്പോൾ 1000π = നമുക്ക് 1000π = 2πf എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് 1000/2 ആക്കാം. പൈയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഈ പൈയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എഫ് അല്ലെങ്കിൽ V1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1000/2 എന്ന് എടുത്തു. അങ്ങനെയാണ് ഈ ഫ്രീക്വൻസി 500 വന്നത്. ഓക്കെ, അങ്ങനെ ഫ്രീക്വൻസി 500 കിട്ടി. ഫ്രീക്വൻസി 1 കിട്ടി, ഫ്രീക്വൻസി 2 കിട്ടി. ഇനിയിപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 1 മൈനസ് ഫ്രീക്വൻസി 2 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ ഇടുന്നത്? 2 ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 10ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 ബീറ്റ് ഫ്രീക്വൻസി കേട്ടോ. ഇപ്പോൾ ഈ 1000π പകരം നമ്മൾ എന്തെടുക്കുക? നമുക്കറിയാവുന്ന a sin ωt എന്നാണ്. ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്തെടുത്തു? 1000π എന്നെടുത്തു. ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? 2πf = 1000π എന്നെഴുതാം. പൈയും ക്യാൻസലായി. പിന്നെ എന്താണ്? 2f = 1000. അതിൻ്റെ അകത്ത് f എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000/2 എത്രയാണ്? 500. ഓക്കെ, ഇങ്ങനെ എടുത്താൽ മതി. ഇതുപോലെ തന്നെ എടുത്തെടുക്കുക. അപ്പോൾ ഫ്രീക്വൻസി 1ഉം ഫ്രീക്വൻസി 2ഉം കിട്ടി. നമ്മൾ രണ്ടുപേരുടെ ബീറ്റ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ മൈനസ് ചെയ്യുക. അപ്പോൾ 500 - 502 മോഡുലസ് ഉണ്ട്. അപ്പം മൈനസ് വരത്തില്ല. നമുക്ക് ആൻസർ 2 എന്ന് കിട്ടി. ഇനി അതിൻ്റെ ഓർ പാർട്ട് നോക്കാം. എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 150 Hz, 150 Hz ഉള്ള ഫ്രീക്വൻസി ഉള്ളൊരു സൗണ്ട് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒബ്സർവറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 110 m/s ആണ്. ആ സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 330 m/s ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി സൗണ്ട് ഹേർഡ് ആ പേഴ്സൺ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു സൗണ്ട് കിട്ടുമല്ലോ, ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇക്വേഷനാണ്. ഇതാണ് ഇക്വേഷൻ. V/V - എന്നാണ്. V എത്രയാണ്? 330. ആ സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ് 330 എന്ന് പറഞ്ഞാൽ 330 സൗണ്ടിൻ്റെ വെലോസിറ്റി മൈനസ് ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുന്ന സൗണ്ട്. ഓക്കെ, 110. അപ്പോൾ 330/330 മൈനസ് 110 എന്ന് വരും. പിന്നെ ഔട്ട് സൈഡ് കിടക്കുന്ന എന്താണ്? ഔട്ട് സൈഡ് കിടക്കുന്ന ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ടാണ്. അപ്പോൾ അതാണ് 150 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്കെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലും വീണ്ടും വായിക്കുക. എന്നിട്ട് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാതെ വെറുതെ ചാടി കയറി അതായിരിക്കും ആൻസർ എന്ന് വിചാരിച്ച് എഴുതരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് y ഓഫ് എ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെൻറ്റ് y ഓഫ് എ പാർട്ടിക്കിൾ, ഇതൊരു പ്രോബ്ലമാറ്റിക് കേട്ടോ. പക്ഷേ ഇത് സിമ്പിളാണ്. ഇത് ആൻസർ എവിടെയുണ്ട്? ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്കിത് ആൻസർ എഴുതാൻ പറ്റും. നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് y ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ക്യാൻ ബി എക്സ്പ്രസ്ഡ് y. ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. t എത്രയാണ്? സെക്കൻഡിലാണ്. x എത്രയാണ്? മീറ്ററിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് x എത്രയിലാണ്? മീറ്ററിലാണ് തന്നിട്ടുണ്ട്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ രണ്ടാമത് കിടക്കുന്ന എക്സിൻ്റെ പാർട്ടില്ലേ, ഇതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. 20x നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 20 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്.
എക്സ് എത്രയിലാന്ന് പറഞ്ഞിട്ടുണ്ട്, മീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 20 പെർ മീറ്റർ ആയിരിക്കും. അതാണ് 20 m⁻⁻1. ക്ലിയർ ആണോ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആ എക്സിൻ്റെ കൂടെ കിടക്കുന്ന പാർട്ട്, അതാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താ? മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ആംഗുലർ വേവ് നമ്പർ. ജസ്റ്റ് ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഇതിൻ്റെ ഒരു ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഇത് ഇട്ടുവെന്നേ ഉള്ളൂ. ഇതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താൽ മതി. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് എക്സിൻ്റെ കൂടെ കിടക്കുന്ന ടൈമാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, പെർ മീറ്ററിലായിരിക്കും വരുന്നത്. അതിന് പറയുന്ന മറ്റൊരു വേവ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്നല്ല ആംഗുലർ വേവ് നമ്പർ എന്നാണ് ചോദിച്ചതെങ്കിൽ പോലും അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് വേറൊരു ഇക്വേഷനാണ്, വേറൊരു ക്വസ്റ്റ്യനാണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സ്പീഡ് ഓഫ് എ വേവ്. നമ്മളിവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതായിരുന്നു? ഈ 20 പെർ മീറ്റർ എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ദ വേവ് ആണ്. സ്പീഡ് ഓഫ് ദ വേവ് കാണണമെങ്കിൽ ഈ രണ്ട് ടേമിനെ നമ്മൾ എടുക്കുക. ഓക്കെ, ω/k. ഒമേഗ എത്രയാണ്? ഇതാണ് ωt + kx എന്നാണ് നമ്മൾ അല്ലാതെ എഴുതുമ്പോൾ ബേസിക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ω/k ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് ദ വേവ് കിട്ടും. ഒമേഗ എത്രയാണ്? 100 ആണ്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. 100/20 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ 5 കിട്ടും. സ്പീഡ് ആയതുകൊണ്ട് m/s വന്നിരിക്കുന്നത്. ഇവിടെ നോക്ക്, യൂണിറ്റ് എല്ലാം സെയിം ആണ്. എത്രയാണെന്നുള്ളത് 100/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ. ഇതൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് പറയുന്ന വേറൊരു പേരെന്തായിരുന്നു? ആംഗുലർ വേവ് നമ്പർ. ഓക്കെ, അത് മൈൻഡ് വെക്കണം കേട്ടോ. ഇപ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്നല്ല, സ്പീഡ് ഓഫ് എ വേവ് ചോദിച്ചാലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് എഴുതാം. 100/20 എന്ന് എടുത്താൽ മതി. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് 20. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഓഫ് വൈറ്റ് ലൈറ്റ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് വെൻ പാസസ് ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ ഒരു വിസിബിൾ ലൈറ്റ് കടത്തി വിടുവാണെങ്കിൽ അതെന്താവും? പല കളേഴ്സായിട്ട് വരും അല്ലേ? വിബ്ജിയോർ എന്നുള്ള പല കളേഴ്സായിട്ട് ഒരു എന്താ പറയുക, പ്രിസത്തിൽ കൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിടുമ്പോൾ കുറച്ച് കളേഴ്സ് വരും. ആ കളേഴ്സിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഡീവിയേറ്റ് ഉണ്ട്, ലീസ്റ്റ് ഡീവിയേറ്റ്. ഇതിനകത്ത് ലീസ്റ്റ്, ഇതാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇത്രയും ഡീവിയേറ്റ് ചെയ്യുന്നതാണോ കൂടുതൽ, ഇതാണോ കൂടുതൽ? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് ഡീവിയേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വയലറ്റ് ആണ്. ലീസ്റ്റ് ഡീവിയേറ്റ് ചോദിച്ചാലോ? ലീസ്റ്റ് ആണെങ്കിൽ എൻ്റെ ആൻസർ എത്രയായിരിക്കും? ആദ്യത്തെ കളർ ഏതാ? വിബ്ജിയോർ, ആർ റെഡ്. ഓക്കെ, ലാസ്റ്റ് പാർട്ടാണ് 6 റെഡ്, വിബ്ജിയോർ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. മോസ്റ്റ് ആണോ ലീസ്റ്റ് ആണോ നോക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഓഫ് ദ വൈറ്റ് ലൈറ്റ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് വെൻ പാസ്. ഒരു പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന വയലറ്റും ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? റെഡ് കളറുമായിരിക്കും. ഇനി അടുത്തത്, ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഡെഫിനേഷൻ മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനേഷനിൽ തന്നെയുണ്ട്. അതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഓർ പാർട്ട്. ദ കോസ് ഓഫ് ബ്ലൂ കളർ ഓഫ് ദ ഓഷ്യൻ ഈസ്. ഓഷ്യന് നമുക്കറിയാം നീല കളറാണ്. എന്തുകൊണ്ട് അങ്ങനെ നീല കളർ വരാൻ കാരണം? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിൽ ലൈറ്റ് എന്ത് ചെയ്യുക? സ്കാറ്റർ ചെയ്ത് കിടക്കുക. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ കോസ് ഓഫ് ബ്ലൂ കളർ ഓഫ് ദ ഓഷ്യൻ ഈസ്. ഓഷ്യനിൽ ബ്ലൂ കളർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്താൽ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വായിച്ച് നോക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് എ പ്രിസം ഈസ് 30 ഡിഗ്രി. ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിട്ടുണ്ട് 1.6. അതിൻ്റെ ഡീവിയേഷൻ ആണ്, പ്രിസത്തിലെ ഡീവിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ഇസിക്കൽ മ്യൂ -1 × a എന്ന്, ആ ഇക്വേഷൻ എടുക്കുക. ഉറപ്പായിട്ടും പഠിക്കേണ്ട ഇക്വേഷൻ ആട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഇത് പഠിച്ചിട്ട് അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ 1.6 ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് -1. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിഫ്രാക്റ്റിംഗ് ആംഗിളാണ്. അപ്പോൾ 1.6 - 1 ഇൻറ്റു ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? ആൻസർ എന്ന് പറഞ്ഞാൽ 0.6 ഇൻറ്റു 30, അപ്പം 18 ഡിഗ്രി എന്ന് കിട്ടും. ഇതൊന്നും വേണ്ട, ഇത് 1/2 ആയിട്ടിരിക്കുന്നത്, അതൊന്നും നോക്കണ്ട, ഡയറക്റ്റ് 30 ഇടുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 18 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ആൻ എക്സ്പീരിമെൻറ്റ് ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഷോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദ ആറ്റം ഹാസ്. ആറ്റത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ എക്സ്പീരിമെൻറ്റ് ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ ഫസ്റ്റ് ടൈം ആറ്റത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ആറ്റത്തിൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എവിടെയാണ്? ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇരിക്കുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, 15ാമത്തെ ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബോസ് പോസ്റ്റ്ലേറ്റ്സ് ആൻഡ് ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഡാഷ് ഓർബിറ്റ്. ഏത് ഓർബിറ്റിലായിരിക്കും? സ്റ്റേഷനറി ഓർബിറ്റിലായിരിക്കും. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരിക. അതിൻ്റെ ഓർ പാർട്ട് വരുന്ന വിച്ച് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ലൈസ് ഇൻ യു വി റീജിയൻ. യു വി റീജിയനിൽ ഏതായിരിക്കും? ഏത് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആണ് ലൈൻ യു വി റീജിയൻ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ലൈമാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ റെഫർ ചെയ്യുക. അഡീഷണൽ ആയിട്ടുള്ള ഇതുപോലത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, താങ്ക് യു.